നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, എന്റെ ദർശനം ജയിക്കും. താൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെക്കാൾ കഷ്ടപ്പെട്ടത് രൂപേഷ് ചേട്ടനല്ലേ അല്ലേ? ഞാനെന്ത് കഷ്ടപ്പെട്ടു? ഓ പിന്നെ ഈ ഉറങ്ങാതിരിക്കാൻ കുറച്ച് കട്ടൻ ചായ കൊണ്ടുവരുന്നത് വലിയ കഷ്ടപ്പാടാണല്ലോ. ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ രൂപേഷ് ചേട്ടനാ. അത് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം മുഴുവൻ. അഥവാ ഈ ലിസ്റ്റിൽ എന്റെ പേരില്ലെങ്കിൽ എനിക്ക് ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല. വല്ലയിടത്തേക്കും ഒളിച്ചോടേണ്ടി വരും. ഒളിച്ചോടേണ്ടി വരും? ദർശനയല്ല, ദർശനെ കളിയാക്കാനിരിക്കുന്നവര്. ദർശനം ജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മനസ്സ് പറഞ്ഞാലേ അങ്ങനെ തന്നെ സംഭവിക്കും. താൻ എന്തിനാടോ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. താൻ ജയിച്ചെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്കൊന്നാറുമാദിക്കാൻ. ദർശന IPS മരുവത്തൂർ വീടിന്റെ ഗേറ്റിന് മുന്നിൽ അങ്ങനൊരു ബോർഡ് വെക്കുന്ന ദിവസമാണ് എന്റെ സ്വപ്നം. ഞാൻ തന്നെ ആ ബോർഡ് വെക്കും. എന്നിട്ട് ആ ബോർഡിന് മുന്നിൽ നിന്ന് ഞാനൊരു സല്യൂട്ട് വയ്ക്കും. എന്താ ഇത്ര ടെൻഷൻ അടിക്കാൻ? എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? സതീഷിന്റെ വീട്ടിലേക്ക് ചേച്ചി എങ്ങനെ കൊണ്ടുപോകും? ഇതുവരെ നമ്മൾ കളിച്ചതൊക്കെ പൊളിഞ്ഞു പോവില്ലേ? പവിയേട്ടാ, അതിനൊരു കാര്യം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു വലിയ ലക്ഷറി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കണം. അന്ന് വന്ന ആ അച്ഛനെയും അമ്മയും അമ്മാവനെയും വിളിക്കണം. എന്നിട്ടേ ചേച്ചിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണം. അത് അവരുടെ വീടാണെന്ന് ചേച്ചിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഓ, അത് നിനക്ക് ചേച്ചിയെ കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാ. മിണ്ടാതിരുന്നാലും ചേച്ചി എല്ലാം മനസ്സിലാക്കും. അത്ര പെട്ടെന്നൊന്നും ചേച്ചിയെ പറ്റിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, അന്ന് അമ്മാവനായിട്ട് അഭിനയിക്കാൻ വന്ന ആളെ എനിക്കത്ര പിടിച്ചിട്ടുമില്ല. അയാളന്ന് ഇവിടെ വന്ന് വിളിച്ചു കൂവിയ മണ്ടത്തരങ്ങളൊക്കെ ആവർത്തിച്ച അപ്പൊ തന്നെ ചേച്ചി എല്ലാം മടക്കി കെട്ടി തിരിച്ചു പോരും. അതോടെ നമ്മൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന എല്ലാം തകരും. പിന്നെ എന്താ ഇതിനൊരു സൊല്യൂഷൻ? ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. ഒരു കാരണവശാലും ചേച്ചിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുപോകേണ്ടി വരില്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? സത്യം എന്തായാലും ചേച്ചിക്ക് മുൻപിൽ പറയേണ്ടി വരില്ലേ? നമ്മളത് മറച്ചു വെക്കാൻ തീരുമാനിച്ചത് തന്നെ മണ്ടത്തരായി പോയി. ഗിരിജ, കാര്യം മനസ്സിലാവാത്തോണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ശ്രേയമോളുടെ കല്യാണം ചേച്ചിയുടെ മനസ്സിൽ ഒരു വലിയ ആഘോഷം തന്നെയാണ്. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും കുടുംബവും നല്ല അന്തസ്സുള്ളവരായിരിക്കണമെന്നും സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരായിരിക്കണമെന്നും ചേച്ചിക്ക് നിർബന്ധമുണ്ട്. ചേച്ചിക്ക് എല്ലാവരോടും കാരുണ്യവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ ഓർഫനായ ഒരാൾ ശ്രേയമോളെ കല്യാണം കഴിക്കാൻ ചേച്ചി ഒരിക്കലും സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുലിവാല് പിടിക്കുമെന്നായി എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴേ നിങ്ങളുടെ മുട്ട് വിറയ്ക്കുന്നു. അപ്പൊ പിന്നെ നിങ്ങളുടെ ബാംഗ്ലൂരിലുള്ള കമ്പനിയുടെ കാര്യം ചേച്ചി അറിഞ്ഞാലോ? വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടിവേര് തോണ്ടിയ നിങ്ങൾ സ്വന്തം കമ്പനി ബാംഗ്ലൂരിൽ കെട്ടിപ്പൊക്കുന്നേന്നേ ചേച്ചി മനസ്സിലാക്കിയ നിങ്ങൾ എന്ത് ചെയ്യും?
അതുകൊണ്ടല്ലേ അതെല്ലാം അറിയുന്നതിന് മുൻപ് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഒരു കാരണവശാലും ചേച്ചിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് മുടക്കിയേ പറ്റൂ. അതിനൊരു വഴി കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. കല്യാണം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. ഇന്നത്തെ കുട്ടിയൊക്കെ ജാതകവും മുഹൂർത്തവും ഒന്നും ഒരു പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി അവരങ്ങ് കല്യാണം കഴിക്കും. കല്യാണം കഴിക്കാതെ വേണമെങ്കിലും ഒരുമിച്ച് താമസിക്കും. ഈ ഏർപ്പാടിന് പറയുന്നൊരു പേരുണ്ടല്ലോ, എന്താ അത്? ലിവിംഗ് ടുഗദർ. ആ, അതന്നെ. ലിവിംഗ് ടുഗദർ ആയാലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം. അതൊന്നും പറയാതിരിക്കാ ഭേദം. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി 6 മാസം കഴിയുന്നതിന് മുമ്പേ ഡിവോഴ്സിന് വേണ്ടി കോടതിയിൽ വരുന്നവരുടെ എണ്ണം എത്രയാണെന്നറിയോ? അതൊക്കെ എന്തിനാ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്? നമുക്ക് നമ്മുടെ മോന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ? നിഖിലിന്റെ കാര്യത്തില് ഞാൻ പറയുന്നതിന്റെ അപ്പുറം അവൻ പോവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ എന്നാലും നമുക്ക് ജാതകം നോക്കണം. അല്ല, നിഖിലിനോട് നിങ്ങൾ കല്യാണക്കാരെ സംസാരിച്ചോ? ഞാൻ അവനോട് വിശദമായി സംസാരിച്ചു. ആ, ഞങ്ങൾ രണ്ടും പറയുന്ന ഏത് പെൺകുട്ടിയെയും കല്യാണം കഴിക്കാൻ അവൻ തയ്യാറാ. അല്ലെങ്കിലും ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ വാക്ക് തെറ്റിച്ച് നടക്കില്ല. അനുസരണയുള്ള മക്കൾ ഉണ്ടാവുന്നത് തന്നെ ഈ കാലത്തൊരു ഭാഗ്യ. അങ്ങനെ ഒരു ചട്ടക്കൂടിനുള്ളിൽ അനുസരിപ്പിച്ച് കുട്ടികളെ വളർത്തുന്ന കാലമൊക്കെ കഴിഞ്ഞു. ആ, ഇപ്പോ കുട്ടികൾ അവരുടെ ഇഷ്ടങ്ങൾ നോക്കും. അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ അവർക്ക് തോന്നിയ വഴിക്ക് പോകും. കുട്ടികളുടെ കൂടെ അവരുടെ ഇഷ്ടത്തിനൊപ്പം മുന്നോട്ട് പോവുക, അതുമാത്രമേ ഈ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂ. അവന്റെ മനസ്സില് വേറെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലെന്നാ അവൻ പറഞ്ഞത്. എന്തായാലും ഇക്കാര്യം ഞങ്ങൾ ആദ്യം ഏട്ടത്തിയുടെ അടുത്ത് അവതരിപ്പിക്കാനിരുന്നതാ. അതിനിപ്പോ എന്താ കുഴപ്പം? ആദ്യ ഏട്ടത്തിയോട് തന്നെ ചോദിക്കണം, അതല്ലേ വേണ്ടത്. പവിയുടെ മോളുടെ കാര്യത്തിലും പവി അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? അങ്ങനെയല്ലേ അവര് വന്ന് പെണ്ണ് കണ്ടുപോയത്? ഇനിയിപ്പോ അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോഴും ഏട്ടത്തി തന്നെ മുൻകൈയെടുക്കും. നിഖിലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ വേണ്ടത്. എന്തായാലും ഇക്കാര്യം നിഖിലിനോടൊന്ന് സംസാരിക്കണം. അതിനിടയ്ക്ക് അവന്റെ ജാതകം ഒന്ന് നോക്കണം. എന്നിട്ട് മതി ഏട്ടത്തിയോട് സംസാരിക്കുന്നത്. അത് തന്നെ നല്ലത്. നിങ്ങൾ വാ. ഒരു നാഴിക്കുള്ളിൽ മറ്റൊരു നാഴി കേറില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. പവിയുടെ മോക്കൊരു കല്യാണാലോചന വന്നപ്പോ അവർക്കത് സഹിക്കുന്നില്ല. അതിനു മുമ്പേ സ്വന്തം മോന്റെ കല്യാണക്കാര്യം കൊണ്ട് വന്നിരിക്കുക. എന്താവോ എന്തോ. രൂപേഷേട്ടാ, ഇങ്ങോട്ട് വന്നേ. എന്താ കാണിക്കുന്നേ? രൂപേഷേട്ടാ, ഇങ്ങോട്ട് വരാൻ. എടാ, വയ്യടാ, അവളങ്ങ് ഓടിപ്പോയി. എന്തൊരു സ്പീഡാ! അവിടെ അടങ്ങിയിരിക്കെ. തലമുടി മുഴുവൻ കേടായി. 2 ദിവസം ഇതുപോലെ എണ്ണ തേച്ചാലേ ശരിയാവൂ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് അവിടെ ഇരുന്നോണം. ഞാനേ നിന്റെ മാമിയാ. അതെ, ആ തരുണിനെ കുറിച്ച് എന്താ മോളുടെ അഭിപ്രായം?
കേട്ടില്ലേ? തരുണില്ലേ എന്റെ മോൻ? അവനെക്കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം?